സാബിയ ജലീൽ, 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ബഹുമാനപ്പെട്ട റൂബി ടീച്ചർ, മറ്റധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നാം ഓരോ വർഷവും ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാറുണ്ടല്ലോ. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ പി.എൻ. പണിക്കരുടെ ജന്മദിനമാണ് നാം ഓരോ വർഷവും വായനാ ദിനമായി ആചരിക്കുന്നത്. വായനയുടെ പ്രാധാന്യം എല്ലാവരിലേക്കും എത്തിക്കാനും പുസ്തകങ്ങളെ സ്നേഹിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായ സന്ദേശം ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. വായന അതൊരു വെറും പ്രവൃത്തിയല്ല, അതൊരു സംസ്കാരമാണ്, അതൊരു ജീവിതശൈലിയാണ്. പുസ്തകങ്ങൾ അറിവിൻ്റെ കലവറകളാണ്. ഓരോ പുസ്തകവും ഓരോ ലോകമാണ്. നാം വായിക്കുമ്പോൾ ആ ലോകങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു, പുതിയ കാഴ്ചപ്പാടുകൾ നേടുന്നു, പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നു. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതി കാണിക്കാനും സമൂഹത്തിൽ നല്ലൊരു പൗരനായി ജീവിക്കാനും വായന നമ്മെ സഹായിക്കുന്നു. അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മെ തെറ്റായ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് എന്നിവയുടെ അമിതമായ ഉപയോഗമാണ്. ഇത് വായനാശീലത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ പുസ്തകങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ വായനാ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ദിവസവും ഒരു നിശ്ചിത സമയം വായനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കാമെന്നും പുസ്തകങ്ങളെ നമ്മൾ ഒറ്റ ചങ്ങാതിമാരാക്കാമെന്നും. വായനയിലൂടെ നാം വളരും, നമ്മുടെ സമൂഹവും രാജ്യവും വളരും. വായനയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. 5ാം ക്ലാസ്സിലെ നിങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ സാവിയോ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചു. സാറ് ഇന്ന് ക്ലാപ്പ് പറഞ്ഞല്ലോ, അതുപോലെ ഞാനും പറയും. ആ സമയത്ത് എന്ത് ചെയ്യണം?